soul when nothing hurts like letting go. Hi dear friends, welcome to Kerala MacTech. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ആദ്യം തന്നെ പറയാനുള്ളത്, ആരും ഈ വീഡിയോയിൽ കണ്ടിട്ട് സ്റ്റണ്ട് വീട്ടിൽ ട്രൈ ചെയ്യേണ്ട. ഇത് ജസ്റ്റ് ഒരു ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന ഒരു സ്റ്റണ്ടാണ്. എല്ലാവരും അവരവരുടെ ഹെൽത്ത് കെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇതൊരു 1989 മോഡൽ കവാസാക്കി ബജാജ് Kb100 ആണ്. ഒരു 2 സ്ട്രോക്ക് ചങ്കാണ്. 2 സ്ട്രോക്ക്. ഇത് നമ്മുടെ ചേട്ടച്ചാരുടെ സുഹൃത്തും അവരുടെ കോളേജ് കാലഘട്ടത്തിൽ വാങ്ങി ഉപയോഗിച്ചുകൊണ്ട് നടന്ന ഒരു ബൈക്കാണ്. ഇപ്പോൾ ഈ കാണുന്ന ഇതിൻ്റെ രൂപമാറ്റത്തിന് പിന്നാലെ എൻ്റെ ഒരു പാഷൻ്റെ ഭാഗമാണ്. എല്ലാവർക്കും ഓരോരോ പാഷൻ ഉണ്ടാവുമല്ലോ, അതേപോലെ എൻ്റെ ഒരു പാഷൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്നതിൻ്റെ ഒരു രൂപം. ഇപ്പോൾ അല്ല, ഏകദേശം ഒരു 10 കൊല്ലം മുന്നെയാണ് ഇതിനിങ്ങനെ ചെയ്തിരുന്നത്. ഒരുപാട് ലുക്സിൽ ഒരുപാട് മാറ്റങ്ങൾ ചെയ്തിരുന്നു. അതുപോലെ പെർഫോമൻസിലും കാര്യമായിട്ടുള്ള രീതിയിലുള്ള മോഡിഫിക്കേഷൻ അന്ന് ചെയ്തിരുന്നു. ഇത്രയും പാഷനോടെ ചെയ്തിട്ട് ഇതിപ്പോൾ ഇങ്ങനെ യൂസ്ലെസ് ആയിട്ട് ആരും ഉപയോഗിക്കാതെ കിടക്കുന്നത് കാണുമ്പോൾ നല്ല സങ്കടം തോന്നിച്ചു. അപ്പോൾ എന്തായാലും ഇതിനെ ഒന്ന് പുറത്തെടുത്തിട്ട് ഒന്ന് റൈഡ് ചെയ്യണമെന്ന് തോന്നിച്ചു. കാരണം കഴിഞ്ഞ ഒരു 5 കൊല്ലമായിട്ട് ആരും യൂസ് ചെയ്യാതെ ഇങ്ങനെ ഇട്ടേക്കായിരുന്നു ഇതിനെ. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. അത്യാവശ്യം ചെയ്തേക്കുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിലെ മഡ് ഗാർഡ് ആയിക്കോട്ടെ, ലൈറ്റിങ്സ് ആയിക്കോട്ടെ, നമ്മുടെ സസ്പെൻഷൻ ബജാജ് SNS സസ്പെൻഷനാണ് ചെയ്തേക്കുന്നത്. സൈലൻസറിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ചെയ്തിരുന്നു. പിന്നെ എയർ ഇൻടേക്ക് സിസ്റ്റവും കാർബറേറ്റർ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിരുന്നു. പെർഫോമൻസ് ബേസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിരുന്നു അന്ന്. ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ലുക്ക്. ഡ്യൂൽ ഹെഡ് ലാംപ്സ് ഒക്കെ കൊടുത്തു, ഹാൻഡിൽ ബാറൊക്കെ മാറ്റി അത്യാവശ്യം നല്ല രീതിയിൽ ഹാൻഡ്ലിങ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ പുതിയ ഹാൻഡിൽ ബാറാണ് ചെയ്തിരുന്നത്. പിന്നെ നമ്മുടെ ബൈക്കിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയെ ബാധിക്കാത്ത രീതിയിൽ ഫ്രണ്ടും റിയറും സസ്പെൻഷൻ എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. അത് നല്ല രീതിയിൽ അത്യാവശ്യം നല്ല ഹാൻഡ്ലിങ് നൽകാനും അതേപോലെ അത്യാവശ്യം ഓഫ് റോഡിനൊക്കെ പോകാൻ പറ്റാവുന്ന രീതിയിലായിരുന്നു ആ ഒരു ഡിസൈൻ ചെയ്തിരുന്നത്. ഇതാണ് അതിൻ്റെ ഒരു സൈഡ് ലുക്ക്. നിലവിൽ ഇവൻ്റെ പേപ്പർ കറണ്ട് അല്ല, അതുകൊണ്ട് ഇവനെങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ട് ജസ്റ്റ് ഇതിലും വഴി മാത്രം ഒന്ന് 2 റൗണ്ട് അടിച്ചിട്ട് തൽക്കാലം ഇവിടെ വെക്കാനാണ് ഉദ്ദേശം. അതിനുശേഷം ഇവനെ സ്റ്റോക്ക് കണ്ടീഷനിലേക്ക് മാറ്റി കംപ്ലീറ്റ്ലി റീസ്റ്റോർ ചെയ്ത് ഒറിജിനൽ കണ്ടീഷനിലേക്ക് ആക്കിയിട്ട് ഇവൻ്റെ വീണ്ടും റീടെസ്റ്റൊക്കെ പാസ്സാക്കി കൊണ്ടു നടക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ ഇപ്പോൾ നമ്മുടെ ഈ കാർബറേറ്റർ ക്ലീനിങ്ങും സ്റ്റാർട്ടിങ് പരിപാടിയൊക്കെ ഒരു ഫാസ്റ്റ് ഫോർവേഡിലും കൂടെ, അല്ലെങ്കിൽ എല്ലാവർക്കും ബോറടിക്കും. ഇതിൻ്റെ ഒറിജിനൽ എയർ ഫിൽട്ടർ ആക്ച്വലി ഇങ്ങനെ അല്ലായിരുന്നത്. ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഒറിജിനൽ എയർ ഫിൽട്ടർ വന്നിരുന്നത്. റൈറ്റ് സൈഡ് ഇഞ്ചിൻ കേസിൻ്റെ അകത്താണ് കാർബറേറ്റർ ഇരുന്നത്. എന്നിട്ട് ആ ഒരു പോർഷനിൽ നിന്ന് എയർ കയറി വന്ന് ഫിൽട്ടർ ചെയ്ത് എയർ കയറി വന്ന് കാർബറേറ്ററിലൂടെ അങ്ങ് പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമുക്കിതിൻ്റെ ഒറിജിനൽ എയർ ഫിൽട്ടർ അസംബ്ലി കാണുന്നില്ല, തപ്പിയിട്ട് ഇത് എവിടെയാണെന്നുള്ളത് അറിയത്തില്ല. താൽക്കാലികമായിട്ട് ഞാൻ ഇതിൻ്റെ കാർബറേറ്ററിൽ ഒരു പവർ ഫിൽട്ടർ ജസ്റ്റ് ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവനെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് ജസ്റ്റ് ചെറിയൊരു പൊളിക്കാം.
ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ Q&A ഇച്ചിരി ഡിലേ ആയിട്ടുണ്ട്. അപ്പം Q&A ഉടനെ തന്നെ ഇടുന്നതാണ്. അതിനുവേണ്ടി ഞാൻ സോറി പറയുന്നു. കാരണം എനിക്ക് കുറച്ച് പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. നെറ്റും കാര്യങ്ങളൊക്കെ കവറേജൊക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ Q&A ഉടനെ തന്നെ ഇടുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.